എവിടെ പോവേണം? തിരുനാവായയിലേക്ക് പോവേണ്, മാർഗവിളക്ക് പോവേണ്, ഓച്ചറ വരെ എത്തിയല്ലേ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഭാഗ്യാസ് ക്രിയേഷൻസ്. മോർണിംഗ് ഒരു 6 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ ഓച്ചിറ എത്തി. അവിടെ പരബ്രഹ്മമൂർത്തിയെ തൊഴുത് പിന്നീട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ കൽപ്പകവാടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഒരുപാട് ഏരിയ ഉള്ളൊരു സ്ഥലമായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ്. അതവർ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഈ ബിൽഡിംഗ് ഒക്കെ കാണാനും നല്ല ഭംഗിയാണ്. കറങ്ങി നടന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പ്രിഫർ ചെയ്തത് പുട്ട്, കടല, പിന്നെ അപ്പം, വെജിറ്റബിൾ സ്റ്റ്യൂ, അങ്ങനെ കുറച്ച് ഡിഷസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്താണ് കഴിച്ചത്. എല്ലാവർക്കും ഓരോ ഡിഷസും എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു അവരുടെ ആ ഒരു പ്രിപ്പറേഷനൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ പോയത് അർത്തുങ്കൽ പള്ളിയിലാണ്. ഓക്കെ, ഞാനവിടെ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. നമ്മൾ ചെല്ലുന്ന ടൈമിൽ അവിടെ കുറച്ച് ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തീരദേശ റൂട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ തീരദേശം വഴി ഫോർട്ട് കൊച്ചി, അവിടെ നിന്ന് ജങ്കാറിൽ കയറി വൈപ്പിനിലെത്തി. ഓക്കെ, ഈ ഒരു റൂട്ട് ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജങ്കാറിൽ കയറാൻ പറ്റി. ആ ഒരു യാത്ര എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു. നല്ല സൂപ്പറായിരുന്നു. ഇനി വൈപ്പിനിൽ നിന്നും മുനമ്പം വഴി തിരുനാവായ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങി മത്സരിച്ചുറങ്ങിയ ഞാനും എൻ്റെ അനിയത്തിമാരും പിന്നെ ഈ ഒരു അതിമനോഹരമായ കാഴ്ച കണ്ടാണ് ഉറക്കം എഴുന്നേക്കുന്നത്. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിളാതീരത്ത് കൂടിയാണ്. അപ്പോൾ ഈ നിളയുടെ മറ്റൊരു ഭാഗത്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കേരള കുംഭമേള അല്ലെങ്കിൽ മഹാമാഘ മഹോത്സവം നടക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്താണ്. നിള ആരതി, നിള സ്നാനം, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ. ഇത് കൂടാതെ മറ്റനേകം പൂജകൾ, ഹോമം, പിന്നെ ശ്രാദ്ധം, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നീണ്ട 8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കുംഭമേള നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ ത്രിമൂർത്തി സംഗമം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ മഹാവിഷ്ണുവിൻ്റെ, ശിവന്റെ, ബ്രഹ്മാവിൻ്റെ, ഇവരുടെ 3 പേരുടെയും ക്ഷേത്രങ്ങൾ 3 ദിക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നിള നദിയുടെ ഒരു ഭാഗത്തുള്ള തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്നത് തവനൂർ സൈഡിലാണ്. തവനൂർ മഹാശിവ ടെമ്പിളിന് മുന്നിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടു മുന്നിലായിട്ട് ശിവഭഗവാന് വേണ്ടിയിട്ടുള്ള ആരതി നടക്കുന്നുണ്ട്. ഇത് 7:30 മണിക്കാണ് ഇവിടെ ആരതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗം വരെ ആളുകൾ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ നിള സ്നാനത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം പോയത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിള സ്നാനം നടക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നിള ആരതിയും നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും റഷ് ഉള്ളത്, ജനക്കൂട്ടം ഇത്രയും ഉള്ളത്. അപ്പോൾ നിള ആരതി നടക്കുന്നത് 6:30 മണിക്കാണ്. ആദ്യം പോയി സ്നാനം ചെയ്തിട്ട്
ആരതിക്ക് പോകാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇതാണ് സ്നാനം ചെയ്യുന്ന ആ ഒരു ഏരിയ. നമുക്ക് ഇറങ്ങി കുറച്ച് ഡെപ്തുള്ള ഒരു പോർഷൻ വരെ വെച്ചിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറത്തോട്ട് ആരും പോകരുതെന്ന് കണ്ടിന്യൂസ് ആയിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു സമയത്ത് എന്തെന്നില്ലാത്തൊരു അനുഭൂതി നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. ഭാരതപ്പുഴയുടെ ഒരു സൈഡ് തവനൂറും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തിരുനാവായയുമാണ്. ഓക്കെ, അപ്പം നമ്മളീ നിൽക്കുന്ന തവനൂർ ഭാഗത്താണ് മഹാശിവ ടെമ്പിളും തവനൂർ ബ്രഹ്മ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മറുകരയിലാണ് തിരുനാവായ ശ്രീ നവാമുകുന്ദ ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 2 കിലോമീറ്റർ മുന്നേ തൊട്ട് തന്നെ ആളുകൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്നിട്ട് റോഡിൻ്റെ 2 സൈഡിലായിട്ട് പാർക്ക് ചെയ്ത്, അതായത് പാർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം വയലുകളിൽ, പുരയിടങ്ങളിൽ, റോഡിൻ്റെ 2 സൈഡുകളിൽ അങ്ങനെ എല്ലായിടത്തും പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വണ്ടി നിർത്തി ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ക്രൗഡ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത്രയും ഒരു ജനത്തിരക്ക് അത് നമ്മൾ ഇവിടെ വന്ന് അനുഭവിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാവും. ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ അധികം ഗ്രേറ്റ്ഫുള്ളാണ്, ഞങ്ങൾ ഓരോരുത്തരും. കൂടാതെ ജാതി മത ഭേദമന്യേ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ എല്ലാ മതത്തിലുള്ള ആളുകളും ഒരുപോലെ അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡയറക്റ്റ് കണ്ട് അനുഭവിച്ചൊരു കാര്യമാണ്. ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നിള ആരതിയുടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായിരുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ നിന്നത്. എന്നാലും അവിടെ മാനേജ് ചെയ്യുന്നവർ ഫ്രണ്ടിലുള്ള ആളുകളെ എല്ലാം തറയിലിരുത്തി ബാക്കിലുള്ളവർക്ക് കൂടി കാണാനായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ദൂരെയാണ് നിന്നതെങ്കിലും ഞങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത് നിളയിലിറങ്ങി വെള്ളത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ ഞങ്ങളെപ്പോലെ അങ്ങനെ നിളയിലിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ബോട്ട്, ചെറിയ വള്ളങ്ങളിലായിട്ട് ആളുകൾ പോയിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ നിളയുടെ അപ്പുറത്തെ സൈഡിൽ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്തും ആളുകൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ക്ഷേത്ര പടവുകളിലെല്ലാം നിറയെ ആളായിരുന്നു. അതെല്ലാം ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കിനിടയിൽ അവരുടെ സമയം, ആ കിട്ടിയ അവസരം എൻജോയ് ചെയ്യുന്ന 2 കുട്ടികൾ, അവർ ഞങ്ങൾക്ക് വളരെ കൗതുകമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥനയ്ക്കൊപ്പം അവിടെ കൂടി നിന്ന് എല്ലാ ആളുകളും ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. നിള ആരതി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി ശ്രീചക്രം കണ്ടു. പിന്നെ ആ പൂജ നടന്ന സ്ഥലം, ആരതി നടന്ന സ്ഥലവും പോയി കണ്ടു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ആരതി കഴിഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ സേവാഭാരതിയുടെ ആളുകൾ വന്നിട്ട് ആ കംപ്ലീറ്റ് പേപ്പറും വേസ്റ്റും എല്ലാം നീറ്റാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ താൽക്കാലികമായ ഒരു പാലം നിർമ്മിച്ചിട്ടാണ് തവനൂർ ഭാഗത്ത് നിന്ന് ഭക്തജനങ്ങളെ തിരുനാവായ ശ്രീനവാമുകുന്ദ ടെമ്പിളിലേക്ക് കടത്തിവിടുന്നത്. അത് താൽക്കാലികമായി നിർമ്മിച്ചത് കൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ കടത്തിവിടുന്നുണ്ടായിരുന്നുള്ളൂ.
തിരക്ക് കാരണം ഞങ്ങൾ ആ ഒരു സൈഡിൽ തന്നെയുള്ള മഹാദേവ ടെമ്പിളിൽ മാത്രമാണ് വിളിച്ചത്. അതുതന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഇവിടെ വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.